എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ വേഗം തന്നെ ഗപ്പികൾ പെറ്റുപെരുകാനും അതുപോലെ തന്നെ അവരുടെ വളർച്ചയും കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ വേഗം കൂടുവാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ വളർത്താൻ എടുക്കുമ്പോൾ തീരെ ചെറിയ ബൗളുകളിലോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലോ ഇവയെ ഇടാനായി ശ്രമിക്കരുത്. അത്യാവശ്യം വലിപ്പമുള്ള അക്വേറിയങ്ങളിലോ അതുപോലെ തന്നെ ഫ്രിഡ്ജ് പെട്ടിയിലോ ഇടുന്നതാണ് ഇവയുടെ വളർച്ചയ്ക്ക് നല്ലത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്സഡ് ഗപ്പീസിനെയാണ്. ഞാനിതൊരു വട്ടയിലാണ് ഇട്ടിരിക്കുന്നത്. പണ്ട് ഞാൻ വളരെ കുറച്ച് എണ്ണത്തിനെ കൊണ്ടുവന്നിട്ടതാണ്. ഇന്നത് പെറ്റുപെരുകി കുറച്ചേറെയുണ്ട്. ബ്രീഡിങ്ങിനായി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത്യാവശ്യം ആരോഗ്യമുള്ള ഗപ്പികളെ എടുക്കുക. പിന്നെ ഇവയെ ബ്രീഡിങ്ങിനായി ഇടാൻ പോകുമ്പോൾ വലിയ ടാങ്കുകളിലോ മറ്റോ ഇടാൻ പാടില്ല. ഇവ വേഗത്തിൽ ബ്രീഡാവാൻ ചെറിയ ടാങ്കുകൾ ആണ് നല്ലത്. നിങ്ങൾ ഗപ്പി ഫിഷിനെ ബ്രീഡ് ചെയ്ത് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആണെങ്കിൽ, അതുപോലെ തന്നെ ഗപ്പി ഫിഷിനെ വളരെ വേഗം ബ്രീഡ് ചെയ്യിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു മെയിലിന് 2 ഫീമെയിൽ എന്ന റേഷ്യോയിൽ ഇവയെ ബ്രീഡിങ്ങിന് ഇടുക. നല്ല ക്വാളിറ്റി ഉള്ളതും ഹെൽത്തിയും ആയ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഇവയെ ബ്രീഡിങ്ങിന് ഇടാൻ പോകുന്ന ഒരാഴ്ച മുമ്പ് അതോ ബ്രീഡിങ്ങിന് ഇടുന്ന ടൈമിലോ അത്യാവശ്യം മൊയ്ന ലാർവ എന്ന ലൈവ് ഫുഡുകൾ കൊടുക്കുക. നോർമലി ബ്രീഡാകുമ്പോൾ നമുക്ക് 10-50 കുട്ടികളെ എന്നതാണ്. എന്നാൽ ചില ഗപ്പികൾ ബ്രീഡാവുമ്പോൾ വളരെ കുറച്ചെണ്ണത്തിനെയാണ് നമുക്ക് ലഭിക്കുക. ഗപ്പികളെ വെറുതെ വിനോദത്തിനാണ് വളർത്തുന്നത് എങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ മിക്സഡായി ഇട്ടാൽ മതി. ഇടുകയാണെങ്കിൽ ഇവ വളരെ വേഗം പെറ്റുപെരുകാൻ സാധിക്കും. നമ്മൾ ഗപ്പി ഫിഷിൻ്റെ ടാങ്കിൽ അവയെക്കാട്ടിലും വലിയ മറ്റു മീനുകൾ ഇടാൻ ശ്രമിക്കരുത്. കാരണം നമ്മളിങ്ങനെ ഇടുകയാണെങ്കിൽ ഒരു ദിവസം ഫീഡും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ലെങ്കിൽ വലിയ മീനുകൾ ഗപ്പികളെ കഴിക്കാൻ സാധ്യതയുണ്ട്. വളർച്ചയും കാര്യങ്ങളും ഒക്കെ വേഗം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇവയുടെ മെയിൽ ഫീമെയിൽ വേർതിരിച്ചിടുന്നത് അധികം നല്ലതാണ്. പിന്നെ തുടക്കക്കാർ ആണെങ്കിൽ ഒത്തിരി വിലയുള്ള ഗപ്പി ഫിഷിനെ വാങ്ങി ബ്രീഡ് അതിലും നല്ലത് കുറഞ്ഞ ചിലവിൽ ഗപ്പി വാങ്ങി ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ ഇവയ്ക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവയും മറ്റു ക്വാളിറ്റിയും ഇല്ലാത്ത ഫുഡുകൾ കൊടുക്കാൻ ശ്രമിക്കരുത്. അവ പോലത്തെ ഫുഡുകൾ ഇവയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവയുടെ ഗ്രോത്തിന് അത് നന്നായി ബാധിക്കും. മാത്രമല്ല ഇവയ്ക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നും കിട്ടുകയില്ല. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഫുഡുകൾ കൊടുക്കാനൊക്കെ പറ്റും, പക്ഷേ നമ്മൾ ലൈവ് ഫുഡുകൾ ഇവയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ലാർവ എന്ന് തുടങ്ങിയ ലൈവ് ഫുഡുകൾ കൊടുക്കുക. ലൈവ് ഫുഡുകൾ കൊടുത്താൽ ഇവ എപ്പോഴും ഹെൽത്തിയും ക്വാളിറ്റിയും ഉള്ളതായിരിക്കും. നിങ്ങൾ ഫ്രിഡ്ജ് ബോക്സ് അങ്ങനത്തെ വലിയ ടാങ്കുകൾ ഇടുകയാണെങ്കിൽ 1-2 മാസം കൂടുമ്പോൾ ആ ടാങ്ക് വൃത്തിയാക്കിയാൽ മതിയാവും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡും കാര്യങ്ങളും അനുസരിച്ചാണ് വാട്ടർ ചേഞ്ച് ആക്കേണ്ടത്. നമ്മൾ ഗപ്പികൾക്ക് കൂടുതൽ ഫുഡ് കൊടുത്താൽ ടാങ്കിൽ നിറയെ വേസ്റ്റുകൾ വരാൻ വളരെ സാധ്യതയുണ്ട്. വേസ്റ്റുകൾ വരുമ്പോൾ വെള്ളം വളരെ വേഗം ചീത്തയാകും. ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങളുടെ ഗപ്പി ഫിഷിനെ വളരെ വേഗം തന്നെ അതുപോലെ തന്നെ അവയുടെ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ വളരെ വേഗം തന്നെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ്.